മച്ച് ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് നമുക്ക് I = I0 ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ഈ -1നെ നെഗ്ലക്റ്റ് ചെയ്യാം. നമുക്ക് ഇക്വേഷൻ I = I0 e⁻∗v/β എന്ന് വരും. ഈ ഒരു ഇക്വേഷൻ ഇറ്റ് ഇസ് സ്ട്രിക്ട്ലി വാലിഡ് ഓൺലി ഇൻ ഫോർവേഡ് ബയസ് കേസ്. അതായത് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ മോഡിഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി കറണ്ട് ആൻഡ് വോൾട്ടേജ് ഈസ് റിലേറ്റഡ് എക്സ്പൊണൻഷ്യലി ഇൻ ഫോർവേഡ് ബയസ്. അത് നമുക്ക് മനസ്സിലായത് ഈ ഒരു എക്സ്പൊണൻഷ്യൽ ടേമിൽ നിന്നാണ്. അപ്പോൾ എക്സ്പൊണൻഷ്യൽ റിലേഷൻ ആയതുകൊണ്ട് നമ്മളൊരു എക്സ്പൊണൻഷ്യൽ കർവാണ് ഫോർവേഡ് ബയസിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരയ്ക്കുന്നത്. I ഇവിടെ മില്ലി ആംബിയേഴ്സിൻ്റെ റേഞ്ചിലായിരിക്കും. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 0-യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ്, ഇതാണ് ത്രഷോൾഡ് വോൾട്ടേജ്, അതുവരെ കറണ്ട് സ്ലോ ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. പിന്നെ ആണ് കറണ്ട് എക്സ്പൊണൻഷ്യലി, അതായത് ആഫ്റ്റർ ത്രഷോൾഡ് വോൾട്ടേജ് കറണ്ട് ബിഗിൻസ് ടു ഇൻക്രീസ് എക്സ്പൊണൻഷ്യലി. അപ്പം മിനിമം ത്രഷോൾഡ് വോൾട്ടേജ് വേണം കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ ഫോർവേഡ് ബയസിൽ. കറണ്ട് ഡയോഡ് ഫോർവേഡ് ബയസിലാവാനുള്ള മിനിമം വോൾട്ടേജ്, അതാണ് ത്രഷോൾഡ് വോൾട്ടേജ്. അതിന് കട്ട് ഇൻ വോൾട്ടേജ് അഥവാ ഫയറിംഗ് പോയിൻറ്റ് വോൾട്ടേജ് എന്നും അറിയപ്പെടുന്നു. ആഫ്റ്റർ ത്രഷോൾഡ് വോൾട്ടേജ് ആണ് കറണ്ട് ബിഗിൻസ് ടു ഇൻക്രീസ് എക്സ്പൊണൻഷ്യലി. ഇൻ കേസ് ഓഫ് ജെർമേനിയം ഡയോഡ് കട്ട് ഇൻ വോൾട്ടേജ് 0.3 വോൾട്ടും സിലിക്കൺ ഡയോഡിൻ്റെ കേസിലത് 0.7 വോൾട്ടുമാണ്. നമ്മൾ ഫോർവേഡ് ബയസ് കേസ് കണ്ടു. ഇനി റിവേഴ്സ് ബയസിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. റിവേഴ്സ് ബയസിൽ നമുക്കറിയാം വോൾട്ടേജ് നെഗറ്റീവ് ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 0 ആൻഡ് കറണ്ട് ഈസ് ഓൾസോ നെഗറ്റീവ്. സോ നമ്മൾ തേർഡ് ക്വാഡ്രൻറ്റിലാണ് പ്ലോട്ട് ചെയ്യുക. ഇനി നമ്മുടെ ജനറൽ ഡയോഡ് ഇക്വേഷൻ I = I0 e⁻∗v/β -1, ഈ ഇക്വേഷൻ എന്താണ് സംഭവിക്കുക ഇൻ റിവേഴ്സ് ബയസ് എന്ന് നോക്കാം. β നമുക്കറിയാം ഇറ്റ്സ് പോസിറ്റീവ്, ബട്ട് ഇവിടെ ഐയും വിയും ഇറ്റ് ഇസ് നെഗറ്റീവ്. സോ v/β എന്താകും? നെഗറ്റീവ് ആകും. സോ e⁻⁴ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് വെരി സ്മോൾ വാല്യൂ വെൻ കമ്പയർഡ് ടു 1. സോ വി ക്യാൻ എലിമിനേറ്റ് ദിസ് ടേം from this equation. So I becomes I0 into 0 minus 1, which is I equal to minus I0. That is current is negative. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു റിവേഴ്സ് ബയസിൽ കറണ്ട് വിൽ ബി നെഗറ്റീവ്. റിവേഴ്സ് സാച്ചുറേഷൻ